ചേച്ചിയുടെ അച്ഛനും എന്താ പറയാ അച്ഛൻ എന്ന് പറയുമ്പോ അമ്മയുടെ ആംഗളയാ. അപ്പച്ചൻ. സോറി ചേച്ചിയുടെ ഡാഡി. ഓ ഡാഡി അല്ല അപ്പച്ചൻ. ഓക്കെ ചേച്ചിയുടെ അപ്പച്ചനും പ്രോമി ചേട്ടനും തമ്മിലുള്ള ഫസ്റ്റ് കോൺവെർസേഷൻ ഓർമ്മയുണ്ട് എന്തായിരുന്നു? ആക്ച്വലി നിത പറഞ്ഞിട്ടുണ്ടല്ലോ, നിതയുടെ ഫാദറാണ് എന്നെ സെലക്ട് ചെയ്തത്. അതെനിക്കറിയാം. അതല്ല ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ ഫസ്റ്റ് സംസാരം ഇതിനെ പറ്റി എന്തായിരുന്നു ഓർമ്മയുണ്ട്? അച്ഛനും മരുമകനും. മോനെ നീ എന്റെ മോളെ നന്നായി നോക്കണം എന്ന് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നെഞ്ചത്ത് കൈവച്ച് പറ മോനെ. അങ്ങനെയൊന്നും അപ്പച്ചൻ പറയില്ല. അങ്ങനെയൊന്നും പറയുന്ന ആളല്ല അപ്പച്ചൻ. വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു നല്ല. അപ്പച്ചനും പ്രോമിയും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ കല്യാണം കഴിഞ്ഞ് 4ാമത്തെ ദിവസം, അത് എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട്. അതെന്തായിരുന്നു? പ്രോമിക്ക് ഓർമ്മയുണ്ടോ? എന്റെ മോളെ നീ ഒന്ന് കല്യാണം കഴിക്കടാന്ന് പറഞ്ഞു. കല്യാണം കഴിഞ്ഞ് 4ാമത്തെ ദിവസം. അതാണോ സ്പെഷ്യൽ റിക്വസ്റ്റ്? കല്യാണം കഴിഞ്ഞ് 4ാമത്തെ ദിവസം. ഓ എന്റെ പൊന്നോ, ആ കാര്യം ഒന്ന് എടുത്തിട്ടുണ്ടാട്ടോ ഇവിടെ. വേണ്ടേ? ഒരു കഥയാണ്. അതായത് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു, 4ാമത്തെ ദിവസം നമ്മളെ പെണ്ണിന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പൊ അങ്ങനെ ഞങ്ങളെ അങ്ങ് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ ഞാൻ നോക്കിയപ്പോ ഞാൻ റൂമിലായിരുന്നു. ഞാൻ റൂമിൽ നിന്ന് പെട്ടെന്ന് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങാൻ നേരത്ത് അവിടെ കുറച്ച് ദൂരെ മാറി അപ്പച്ചനും പ്രോമിയും കൂടി ഭയങ്കര സീരിയസ് ആയിട്ടിരുന്ന് സംസാരിക്കുന്നു. കാരണം കല്യാണം കഴിഞ്ഞ് 2-3 ദിവസമല്ലേ ആയിട്ടുള്ളൂ. അപ്പൊ ഇത്ര സീരിയസ് ആയിട്ടൊരു കാര്യം ഡിസ്കസ് ചെയ്യേണ്ടത് ഇല്ലല്ലോ. അപ്പൊ എനിക്കൊരു പേടി, എന്താണോ. ഞാൻ പെട്ടെന്ന് അങ്ങ് ചെന്നപ്പോ ഇവര് വേറെ എന്തോ ഒരു ടോപ്പിക് ആക്കി. അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് എന്തോ കുഴപ്പമില്ല. അതായത് ഒരു സീരിയസ് ആയിട്ട് സംസാരിച്ചോണ്ടിരുന്നവര് പെട്ടെന്ന് ടോപ്പിക് മാറ്റി വേറൊരു സംസാരിക്കുമ്പോ നമുക്ക് പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവില്ലേ. ഇത് കഴിഞ്ഞ് പ്രോമി അവിടുന്ന് നേരെ എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ എനിക്ക് പിന്നെയും സംശയമായി. ഞാൻ ബാത്റൂമിന്റെ അവിടെ ചെന്നിട്ട് പ്രോമി എന്താന്ന് ചോദിക്കണം. സംശയം തോന്നാൻ മെയിൻ കാരണം അതാ. കല്യാണം കഴിഞ്ഞ് 4 ദിവസമായിട്ട് ഞാൻ ഇന്നേ ബാത്റൂമിൽ ഇതുവരെ ഞാൻ ബാത്റൂമിൽ കയറി വാലടയ്ക്കാറില്ല. അന്നാണ് ഞാൻ ആദ്യമായിട്ട് വാലടച്ചത്. സംശയം കൂടി. വാതില് കുറ്റിയിട്ടു. സാധാരണ പുള്ളി ബാത്റൂമിൽ കയറുമ്പോ വാതില് കുറ്റിയിടാറില്ല. പുതിയ അസുഖങ്ങൾ. ഞാൻ പറ്റില്ല. ബാത്റൂമിനപ്പോ വാതിൽ വെക്കാറില്ലേ നിങ്ങള്? എനിക്കതൊന്നും വേണമെന്നില്ല. അതൊക്കെ അന്ധവിശ്വാസമാണ്. അങ്ങനെ പറയരുത്. നമ്മുടെ ബെഡ്റൂമിന്റെ ഓക്കെ, വേറെ ബാത്റൂമുകളുടെ അല്ല. എവിടെയായാലോ തുറന്നിടാൻ ശ്രമിക്കാറുണ്ട്. അയ്യേ ചുമ്മാ പറയണ. ഓക്കെ അല്ല, അപ്പൊ വാതില് കുറ്റിയിട്ടിട്ട് അകത്തിരിക്കണം. അപ്പൊ ഞാൻ കുറെ പ്രാവശ്യം തട്ടിയിട്ടും തുറക്കണില്ല. അപ്പൊ പുറമെ ഇതാ വെയിറ്റ്, കുറച്ച് കഴിഞ്ഞിട്ടേ തുറക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ എന്റെ സംശയം കൂടി. കുറച്ചേരം കഴിഞ്ഞപ്പോ പുറത്തേക്ക് ഒരു കടലാസം പിടിച്ചോണ്ട് പുറത്തേക്ക് ഇറങ്ങിയവരാണ്. ഞാൻ ബാത്റൂമിൽ നിന്ന് കടലാസമായിട്ട് ഇറങ്ങിയത് എന്താ? അപ്പൊ പറഞ്ഞു ബാലടച്ചേന്ന് പറഞ്ഞു. അതെ, അപ്പച്ചൻ എന്നോട് വളരെ സീക്രട്ട് ആയിട്ടൊരു കാര്യം പറഞ്ഞു. എന്താ? കല്യാണം കഴിഞ്ഞ് 2-3 ദിവസം 2ാമത്തെ ദിവസമായിട്ടായപ്പോ എന്റെ വീട്ടിലേക്ക് ഒരു കത്ത് വന്നേക്കുന്നു. പ്രോമിക്ക് ബാംഗ്ലൂർ ഒരു ഭാര്യയും കൊച്ചുണ്ട്. ഞാൻ അപ്പച്ചനോട് സിമ്പിൾ ആയിട്ട് പറഞ്ഞു. അപ്പൊ അപ്പച്ചനൊരു കാര്യം ഉറപ്പായില്ലോ. ഞാൻ കഴിവ് അപ്പച്ചൻ ഗുഡ് മോർണിംഗ്, നല്ല കാര്യം. നീ അപ്പൊ ഇത് എങ്ങനെ സോൾവ് ചെയ്യാൻ പറഞ്ഞു? അപ്പച്ച അങ്ങനെയൊന്നുമില്ല. എനിക്ക് ആ ലെറ്റർ വായിച്ചപ്പോ എനിക്ക് മനസ്സിലായി അതൊരു അല്ല. എന്റെ അടുത്ത് അല്ല, ആക്ച്വലി അപ്പച്ചൻ വളരെ സീക്രട്ട് ആയിട്ട് പ്രോമീനെ മാത്രം വിളിച്ചുകൊണ്ടെന്ന് പറഞ്ഞു. എന്തിനാന്ന് ഞാൻ എങ്ങനെ റിയാക്ട് ചെയ്യും കേട്ടിട്ടില്ല ഇവരോട് അതൊരു സംഭവമായിരുന്നു കേട്ടോ. ഞാൻ പേടിച്ചു പോയി. ഇനി ഈവൻ പ്രോമി ആണെങ്കിലും ഭയങ്കര പേടിച്ച് അപ്പച്ചൻ എന്റെ അടുത്ത് പറയരുന്ന് പറഞ്ഞ പ്രോമിന്റെ അടുത്ത് പറയുന്നത്. അതുകൊണ്ടാണ് പുള്ളി സീക്രട്ട് ആയിട്ട് ബാത്റൂമിൽ പോയിരുന്ന് കത്തൊക്കെ വായിച്ചത്. എന്നോട് ഈ കാര്യം പറഞ്ഞപ്പോ ഞാൻ ആ കത്ത് വായിച്ചപ്പോ എനിക്ക് മനസ്സിലായി ഇത് ചുമ്മാ എന്തോ ഒരു കുക്ക്ഡ് സ്റ്റോറിയാണ്. ഞാനത് വളരെ ലൈറ്റ് ആയിട്ട് എടുത്തത്. അത് കണ്ടപ്പോ പ്രോമിക്ക് സമാധാനമായി. അപ്പച്ചൻ പേടിച്ചു, എന്നോട് പറഞ്ഞാൽ ഞാൻ പ്രശ്നം ഉണ്ടാക്കുമെന്ന്. അതുകൊണ്ട് പ്രോമിയോട് പറയരുതെന്നൊക്കെ പറഞ്ഞു. പക്ഷെ പ്രോമി എന്റെ അടുത്ത് അപ്പൊ തന്നെ പറഞ്ഞു. പക്ഷെ സംഭവത്തിൽ ആരോ ഒരുത്തൻ ലെറ്റർ എഴുതി അയച്ചു, ഒരു വെല്ലിക്കോട്ട ലെറ്റർ എഴുതി. അപ്പൊ എനിക്കത് വായിച്ചപ്പോ തന്നെ എനിക്ക് മനസ്സിലായി അവന് നേരെ മലയാളം എഴുതാൻ പോലും അറിഞ്ഞു. നമ്മളുടെ മോളെ നീ മറന്നോടാ, നീ പോലീസുകാരന്റെ മോളെ കെട്ടിയപ്പോ നീ കെട്ടിയോടാ എന്നൊക്കെ ചോദിക്കാണ് അതിനകത്ത്. അപ്പൊ ഞാൻ നോക്കിയപ്പോ എന്റെ പൊന്നെ ഇങ്ങനെ ഒരു മോളുണ്ടായി എനിക്ക്. അങ്ങനെ ഒരു സ്റ്റോറി. പക്ഷെ പിന്നീട് ഞങ്ങൾ ആ കത്ത് അയച്ച ആളെ കണ്ട് മനസ്സിലായി ഞങ്ങൾക്ക് ആരയച്ചെന്ന്. അതൊക്കെ ഒരു ചില ആൾക്കാർക്ക് അങ്ങനത്തെ ചില അസുഖങ്ങളുണ്ട്. കുരുത്തം കൊണ്ട് എനിക്ക് തോന്നുന്നു 3-4 ദിവസം ആയുള്ളൂ ഇതൊക്കെ മനസ്സിലായി അതൊക്കെ നോണയാന്നുള്ളത്. അതെന്താന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഉണ്ണിയെ കണ്ടാലറിയാം ഊരിലെ പഞ്ഞം.
ഇത് നടപടിയില്ലാത്ത കാര്യമാണെന്നുള്ളത് നിധിക്ക് മനസ്സിലായതുകൊണ്ട് എൻ്റെ ജീവിതം ശാന്തവും സമാധാനവുമായി മുന്നോട്ട് പോയി. ഓക്കെ ഓക്കെ. അല്ലെങ്കിൽ മറ്റേ ബാലേട്ടന്റെ ഒരു മൂകാംബികയ്ക്ക് പോലത്തെ സീനായ രഹസ്യങ്ങളൊന്നും ഉള്ളിൽ വെക്കാൻ കഴിയില്ലാത്തൊരു രഹസ്യങ്ങൾ പറയാൻ പറയും. പ്രോമി അങ്ങനെ ഭയങ്കരമായിട്ട് രഹസ്യം സൂക്ഷിക്കുന്ന ഒരാളായിട്ട് എനിക്ക് ഒട്ടും തോന്നിയിട്ടില്ല. താറാവിന് ലെഗ് ഇല്ലേ? താറാവിന് ലെഗ് ഉണ്ടാവില്ലേ? താറാവിന് ലെഗില്ലേ? ലെഗുണ്ടല്ലോ. വാട്ട് യു മീൻ റോണ്? അത് മോനെ അത് ഓരോരുത്തർ കട്ട് ചെയ്യുമ്പോ ഓക്കെ. രഹസ്യങ്ങൾ പ്രോമി അങ്ങനെ ഭയങ്കര രഹസ്യം സൂക്ഷിക്കുന്ന ആളല്ല. എന്നാണ് നിതയുടെ വിചാരം? എന്റെ ഒരു സൈഡ് ഇവിടെ മാറ്റി വെച്ചേക്കാണ് ഞാൻ. ഒരു ലോഡ് കഥകളുണ്ട്. ഞാനും എന്നോടൊരാള് വേറൊരാളോട് പറയരുത് എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞാൽ ഞാനത് ആരോടും പറയില്ല. അതെൻ്റെ ഒരു സ്വഭാവമാണ്. അത് ഞാൻ പറയാറില്ല. എന്നോടും പിന്നെ പിള്ളേരോടും പിന്നെ നിതയുടെ അപ്പച്ചനോടും അമ്മോടും മാത്രമേ പറയുള്ളൂ. ഞാനത് ആരോടും പറയില്ലാന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ 9 പേരുണ്ട്. അവരോട് പറയും, എൻ്റെ അപ്പച്ചനും അമ്മോടും പറയും. അങ്ങനെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള. ഇല്ല, ഞാൻ പറയാറില്ല. അതൊക്കെ ചുമ്മാ പറയണതാ. ഞാൻ പറയാറില്ല, ഞാൻ പറയില്ല. ഇവർ രണ്ടുപേരും പ്രണയ വിവാഹം കഴിക്കുന്നതിന് എന്താ അഭിപ്രായം? അവര് കഴിച്ചോട്ടെ, അവര് പൊക്കോട്ടെ. അല്ല, അവർക്കുടെ കാര്യങ്ങളൊക്കെ അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്, ഫ്രീഡം. അവര് തീരുമാനിക്കുക, അവർക്ക് പാം. അപ്പൊ നമ്മുടെ താറാവ് ഏകദേശം ആവാനുള്ള സമയമായിട്ടുണ്ട്. തുറക്കട്ടെ? തുറക്കാൻ വേണോ? റെഡി, 1 2 3 സ്റ്റാർട്ട്. നോക്കിയേ, താറാവിന്റെ എണ്ണയൊക്കെ തെളിഞ്ഞ് അല്ലേ, കണ്ടോ? അതെ അതെ. ഇനി നമുക്ക് 1-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. നമ്പർ ഒഴിക്കാൻ വേണ്ടിട്ട് നമുക്ക് ഞാൻ എല്ലാ ആദരവോടുകൂടി വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഒഴിച്ചാ മതി. ഈ 1-ാം പാൽ ഇങ്ങനെ മേളിന്ന് വെച്ചാൽ തെറിച്ചു തോന്നിയാ ദൈവത്തോടെ താഴത്തേക്ക് ഒഴിക്കണോ? റിച്ചാർഡ്, you have done a great job, man. എന്റെ കൈകൾ കൊണ്ട് ഇങ്ങനെ വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മളൊക്കെ പിന്നെ കാലുകളോണ്ടാണല്ലോ പാലിപ്പിച്ചത്. ശരിയായി നോട്ടെ. ക്രോമി, ഉപ്പ് നോക്കാനായിട്ട് ഉപ്പുണ്ടോ നോക്കാമോ? പ്രസന്റേഷനെ പറ്റി പറയായിരുന്നു ഞാന്. കൈ കാണിക്ക്. ആ, ഉപ്പ് നോക്കൂ. കുറച്ച് ടേസ്റ്റ് നോക്കണ്ടോ? കുറച്ച് ടേസ്റ്റ് നോക്കാം. വെരി ഗുഡ്. എന്റെ കയ്യിൽ ഒഴിക്കണം, എന്നിട്ട് ഇങ്ങനെ അങ്ങനെ നോക്ക്. റെഡി? ശരിയായി നോക്കൂ. അതല്ല, കുഴപ്പമില്ല. കുഴപ്പമില്ലാന്ന് ഇത്രയും പ്രതീക്ഷിച്ചില്ല എക്സ്പ്രഷൻ കണ്ടിട്ട്. അതിന് ശരിക്കുള്ള ഇതിങ്ങനെ കഴിച്ചിട്ട് അതെ. അല്ല, മറ്റേ ക്യാമറയ്ക്ക് വേണ്ടിയിട്ടുള്ളത്. ഉപ്പ് കറക്റ്റ് ആയോ? കുക്കറി ഷോട്ട് സീരിയൽ സാധനം ഞാനല്ലേ ഇടേണ്ടത്. സോറി. നമുക്ക് അപ്പം ഉണ്ടാക്കാം. അയ്യോ, ഓക്കെ. 1-ാം പാല് ഒഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ചെറിയ തള വരുമ്പോഴത്തേക്ക് ഓഫ് ചെയ്തോ കേട്ടോ. നിതയുടെ ഒരു തള കണ്ടാൽ വള്ള കണ്ടാൽ അത് മതി. അല്ല, നിതയുടെ തളയുമ്പോഴല്ല, താറാവിന്റെ. അപ്പൊ പിന്നെ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കുറച്ച് മല്ലിയിലേക്ക് ഇടാം. അതൊക്കെ നമ്മുടെ ഓരോരോ ഇഷ്ടങ്ങളനുസരിച്ച്. പിന്നെ ക്രിസ്മസ് ആയതുകൊണ്ട് ക്രിസ്മസ് അണ്ടിപ്പരിപ്പ്, മുന്തിരി, പ്ലം കേക്ക്, അത് വേണ്ട. കേക്ക് മേടിച്ചില്ലല്ലോ. കുറച്ച് ബാറ്ററി, ഇന്തുപ്പ് ഒക്കെ ഇട്ട് വലിയ കുക്കർ വേണം. ചെറിയൊരു പൈപ്പ് വന്നാൽ നമുക്ക് കുടിൽ വ്യവസായ സെറ്റപ്പില് അങ്ങനെ. അതൊന്നും ഇതൊക്കെ താല്പര്യമില്ല. അപ്പൊ നമ്മുടെ താറാവ് കറി റെഡിയാണ്. അപ്പൊ ഇനി അടുത്ത് നമുക്ക് അപ്പം ഉണ്ടാക്കിയാലോ? അതെ, മൊരിഞ്ഞ കിരികിര. കാരണം ഇത് എന്തെങ്കിലും കൂട്ടി കഴിക്കാൻ വേണ്ടേ? സോനിത, ഞാൻ വേണമെങ്കിൽ ഇത് ഇവിടുന്ന് മാറ്റി വെക്കാം. സൗകര്യമായിട്ട് വലിയൊരു മനസ്സാണത്. നമ്മളിത് എപ്പോഴും സൂക്ഷിച്ച് ചെയ്യണം. 2 കൈയോടൊപ്പം ഇങ്ങനെ പിടിക്കുക, ജസ്റ്റ് ഇതിങ്ങനെ ലിഫ്റ്റ് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ മാറ്റി വെക്കണം. ഒളിമ്പിക്സിനൊക്കെ പങ്കെടുത്തിട്ട് പവർ ലിഫ്റ്റിംഗ്. ഞങ്ങള്, എന്റെ ഡാഡി മമ്മി എല്ലാവരും ഒളിമ്പ്യൻസ് ആണ്.
പ്രോമിച്ചേട്ടൻ എടുത്ത് പൊക്കി എറിഞ്ഞിട്ടായിരിക്കും